ഞാൻ ശരിക്കും പറഞ്ഞ കോളേജിൽ വന്നപ്പോൾ വിചാരിച്ചില്ല ഇങ്ങനത്തെ സെറ്റ് ചെയ്യുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് ഗൈസ് നോമ്പ് പിടിക്കാം. നമുക്ക് കുറച്ച് ഫുഡ് ചൂടാക്കാം. ഗൈസ്, എന്നെ സംബന്ധിച്ച് നോമ്പ് പിടിക്കുന്നതിൽ ഏറ്റവും വലിയ പാടാണ് ഈ രാവിലെ എഴുന്നേൽക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിക്കണം. സത്യം, ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് വായിൽ വെച്ചപ്പോൾ എനിക്ക് എൻ്റെ ഒരുമാതിരി ഇരിക്കുന്നു. എങ്ങനെയാണ് പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. ഞാൻ രാവിലെ എണീക്കുന്നതുകൊണ്ട് ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന ടൈമിൽ കറക്റ്റായിട്ട് രാവിലെ എഴുന്നേക്കുക. ഞാൻ കോളേജിൽ പോകുന്നതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് ഗൈസ്. രാവിലെ തന്നെ നല്ല ഇടിയപ്പവും ബീഫും. വാവയ്ക്ക് ഇന്ന് പരീക്ഷയാണ്. അപ്പൊ നമുക്ക് രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ വാവിനെ പഠിക്കാം. ബുക്കട് കൊച്ചു കണ്ണു പോലും നിറഞ്ഞില്ല. ബുക്കട് പഠിക്കാവാ. വാവ കഥവ് തുറക്കണേ പോലെ കസേര തുറക്കും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. ഞാൻ ഇപ്പോഴേ റെഡി ആവണം, എങ്കിലേ എനിക്ക് പോകാൻ പറ്റും. കഴിഞ്ഞ തവണ നോമ്പെടുത്തായിരുന്നു. നോമ്പെടുത്തപ്പോൾ കോളേജിൽ പോകണ്ട, എനിക്ക് വീട്ടിൽ ഇരുന്ന് നോമ്പെടുത്താൽ മതിയായിരുന്നു. ഇന്ന് കോളേജിൽ പോകണം. എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഞാൻ കോളേജിൽ പോകാൻ റെഡിയായി. ഇന്ന് നമുക്ക് കോളേജിൽ എത്തിയിട്ട് കാണാം. കോളേജിൽ പോയി എനിക്ക് ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ബാക്ക് ടു സ്ലീപ്പിംഗ് ഗൈസ്. ഇപ്പോൾ ബ്രേക്കായി. ബ്രേക്കിന് നോർമലി ഞങ്ങൾ ഇവിടെ പോയി ഡോണട്ടോ എന്തായാലും കഴിക്കും. പക്ഷെ ഇന്ന് കഴിക്കുന്നില്ല. ഞങ്ങൾ നോമ്പായതുകൊണ്ട് ഞാൻ ജിഗി നോമ്പ് ഇന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ കോളേജിൽ ഈ നോമ്പെടുക്കുന്ന പരിപാടി ഭയങ്കര ടാസ്ക്കാണ്. ഇവിടെ ഫ്രണ്ട്സ് എടുക്കണ കാണുമ്പോൾ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റത്തില്ല. വിശക്ക്. ഞാൻ നോർമലി ഇടയ്ക്കിടയ്ക്ക് വിശന്ന് തിന്നുന്ന ആളാണ്. ഗൈസ്, അങ്ങനെ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് നല്ല വിശപ്പ്. പക്ഷെ നമ്മളെന്താ വൈകുന്നേരം നമുക്ക് നോമ്പ് തുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വരണം. എന്തൊക്കെ നോമ്പ് തുറക്കുന്ന സാധനം അറിയാമോ? ചിക്കൻ, സമൂസ, ബിരിയാണി, മട്ടൺ, ചിക്കൻ, അത് ഇത് എനിക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? പരീക്ഷ കൊള്ളാമാ? എഴുതിയാ? മാർക്ക് വരട്ടെ. ഞങ്ങൾ അവരുടെ പറഞ്ഞ ബാബേ, നീ പരീക്ഷ ജയിച്ചാൽ ഞങ്ങൾ പോകുന്ന എല്ലാ സ്ഥലത്തും നിന്നെ കൊണ്ടുപോകാം. നല്ല മാർക്ക് എടുക്കുന്നത് ഞാൻ ജയിക്കാം. ഇല്ലേ ബാബേ? ഞാൻ ശരിക്കും പറഞ്ഞ സെക്കൻഡ് ടൈമാണ് നോമ്പ് പിടിക്കുന്നത്. കോളേജിൽ ഞാൻ കഴിഞ്ഞ തവണ നോമ്പ് പിടിച്ചപ്പോ വീട്ടിലായിരുന്നു. ഇപ്രാവശ്യം കോളേജിൽ വന്നപ്പോ എനിക്ക് പറ്റുന്നില്ല, ശരിക്കും പറ്റുന്നില്ല. നിങ്ങളെങ്ങനെ സമ്മതിച്ചിരിക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാ സാധനവും പോയി മേടിച്ചിട്ട് വന്നു ഗൈസ്. നമ്മൾ ഇനി എല്ലാം സെറ്റ് ചെയ്യണം. ട്യൂഷന് പോയിട്ട് വാ. ഞാൻ ഇന്ന് നോമ്പെടുത്തപ്പോ ഞാൻ ഇവരെല്ലാരെയും നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിൽ ഇൻവൈറ്റ് ചെയ്ത് മുട്ട ഇരുന്ന് കഴിക്കുക. അത് ഞാൻ പറഞ്ഞു നോമ്പെടുക്കാൻ. അല്ലെ ജിഗിക്ക് അറിയാം നോമ്പെടുക്കാൻ. അറിയാം. നോമ്പെടുക്കാൻ പറഞ്ഞപ്പോ നോമ്പെടുക്കാൻ ഇവർക്ക് വൈ. ലോലിപോപ്പ് ചവയ്ക്കുന്നു. ഇത്ര വയസ്സായി. നമ്മൾ ആദ്യം റോസ് മിൽക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ നോമ്പ് തുറക്കണതിന് മുന്നേ ബാക്കി സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. ഫുഡെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നു. അപ്പം ഇത് നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെല്ലാം ചീത്തയാവും. ഇതും ഫ്രൂട്ട്സും എല്ലാ കാര്യങ്ങളും. ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇന്ന് നോമ്പ് പിടിച്ചു. ഗൈസ്, നോമ്പ് ഇവിടെ പക്ഷെ പിടിക്കാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. ക്ലാസ് ഉള്ളത് കൊണ്ട്, വെയിലും കൂടെ ആയതുകൊണ്ടായിരിക്കും. അപ്പൊ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എന്റെ ഫ്രണ്ട്സ് കൂടെ വീട്ടിൽ വരുന്നുണ്ട്. കുറച്ചധികം ഫ്രണ്ട്സ് വീട്ടിൽ വരുന്നുണ്ട്. നമ്മൾ ഇവിടെയാണ് ഇഫ്താർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്യണം ഗൈസ്. ആനിയുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാവരും കുറെ പേരുണ്ട് ഗൈസ്. ഈ പ്രാവശ്യം ഇന്ന് ഗൈസ് പപ്പയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഇഫ്താറിന് ഇടയ്ക്ക് നമ്മൾ കേക്കും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതാരും വൃത്തിയാക്കെന്ന് പറയട്ടാ, ഞാനാണ് കഷ്ടപ്പെട്ട് വൃത്തിയാക്കാൻ. ശരി വൃത്തിയാക്കില്ല. ട്യൂഷന് സമയമായി. പരീക്ഷ നാളെ. അതിന്റെ കൂടെ തന്നെ വീട്ടിലെ എല്ലാ ഫുഡും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ മണം അവിടെ എടുക്കുന്നു.
ഉള്ളതാ ഗൈസ് എല്ലാരും ഭയങ്കര വലിയ പണിയില്ല. അമ്മ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്, ഞങ്ങൾ അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതൊരു കിടില ഈദായിരിക്കും ഗൈസ്. ഈ സാധനം ഇങ്ങനെ ആർക്കായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഗൈസ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ മുട്ടിപ്പിൻ വെച്ച് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതെല്ലാം ഇങ്ങനെ ആക്കി. നമ്മളൊരു കിടില സെലിബ്രേഷൻ ഈദാണ് ഇവിടെ ചെയ്യുന്നത് ഗൈസ്. ഒരു കിടില ഈദായിരിക്കും ഇത്. നമ്മള് നോമ്പറൊക്കെ വീട്ടിൽ പോവാ. ഇനി ഒരു കാറ് ഉണ്ട്. ഇപ്പൊ സമയം 4:30 ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തല കറങ്ങുന്നു കഴിക്കാത്തോണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്? യൂസ്ഡ് വർഷങ്ങള് പഴക്കമുള്ളതുകൊണ്ട്. എക്സാം കഴിഞ്ഞു. ഇനി എൻട്രൻസ് ഉണ്ടല്ലോ. 30 ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ എൻട്രൻസ് എഴുതിയെടുക്കും. അതിനല്ലേ ഐൻസിലെ റാങ്ക് ബൂസ്റ്റർ ക്രാഷ് പ്രോഗ്രാം. 30 ദിവസം കൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാം. നോമ്പ് തുറക്കാൻ വേണ്ടി ഫ്രണ്ട്സ് വീട്ടിൽ വന്ന്, പക്ഷെ ഞങ്ങൾ ഡെക്കോറിന് അവരെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ച്. ഇനിയുണ്ട് ആൾക്കാര്. ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ എല്ലാ ഫുഡും വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണി മാത്രം ഗൈസ് പുറത്തുനിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. നോമ്പ് തുറക്കാൻ സമയമായി. കണ്ട എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത്, അവർ ഫുഡൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പ് തുറക്കാം. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തു. ഗൈസ് ബാങ്ക് വിളിച്ചു. നല്ല രസമില്ല. ഞാൻ ശരിക്കും പറഞ്ഞ കോളേജിൽ വന്നപ്പോൾ വിചാരിച്ചില്ല ഇങ്ങനത്തെ സെറ്റ് ചെയ്യുന്നു. നമ്മൾ എല്ലാ സെലിബ്രേഷനും കണ്ട് കിഡിലായിട്ട് സെലിബ്രേറ്റ്. അതുപോലെയാണ് ഈദും. അല്ലെങ്കിൽ ഓണം മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ഈദും കണ്ട് കിഡിലായിട്ട് ചെയ്ത്. നമ്മൾ സാധാരണ ഫുഡ് വെച്ച് നമ്മൾ നോമ്പെടുക്കുക, തുറക്കുക, അങ്ങനത്തെ പരിപാടിയാണ്. ഇത് ഫുള്ളാ വൈബായി. കാരണം കുറച്ച് ഫ്രണ്ട്സിനെ കൊണ്ടുവന്നപ്പോൾ കറക്റ്റായിട്ട് നോമ്പ് തുറക്കുന്നത് എങ്ങനെയാണോ നമ്മൾ അനിയുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് നമ്മൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും. കഴിച്ച് അബിന് കഴിച്ചില്ല. ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതെന്നാണ് തുടങ്ങുന്നത്, ഏതെന്നാണ് തീരുന്നത്. ഞങ്ങൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്, പക്ഷെ എന്താണ് കഴിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഫസ്റ്റ് അത് കഴിയണം. ഫസ്റ്റ് ഈന്തപ്പഴത്തിനാണ് തുടങ്ങുന്ന കാര്യം. അത് ഗൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഈന്തപ്പഴം കഴിച്ച്. അടുത്തെന്താ കഴിക്കേണ്ടതെന്ന് അടുത്ത് ഇഷ്ടമുള്ള കഴിക്കാം. ഏത് മുന്തിരി? പച്ചമുന്തിരി ആണോ അതോ വെള്ളമാണോ കുടിക്കേണ്ടേ? മുന്തിരി. അവള് ചുമ്മാ പറയാ, അവക്കൊന്നും അറിയത്തില്ല. ഇത് ഹന്ന ചേച്ചിയും അബിനും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ റോസ് മിൽക്ക് ആണ്. ഇത് തൈസ നോമ്പിന്റെ ഹൈലൈറ്റ് ആണ് റോസ് വാട്ടർ. നിങ്ങളില്ലേ ഇതൊക്കെ കഴിച്ചു തീർന്നാലേ അടുത്ത ഫുഡ് വരൂ. തീർക്കണം. പറഞ്ഞ പുതിയ അറിവാണ്. ഇവര് പറഞ്ഞാണ് ഈ സമയത്താണ് ഈ പലഹാരങ്ങൾ കഴിക്കുന്നത്, ഡിന്നർ പിന്നെയാ കഴിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല മുന്നൊക്കെ ചെയ്തത്. ഞങ്ങളെല്ലാം ഒരുമിച്ച് അതുകൊണ്ടാണ് ഈ ബാലൻസ് വരുന്നത്. മുന്നേക്കെ ബാലൻസ് വരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇത് ബാലൻസ് വരും തോന്നുന്നു. അമ്മ ഇന്നലെ ഉണ്ടാക്കിയതാണ് മെനഞ്ഞാന്ന്. ഇവരില്ലേ, ഇവർക്ക് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അമ്മ ഈ സാധനം എന്താ തന്നേക്കും. അപ്പൊ ഇവര് കഴിക്കാം. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് വന്നപ്പോ അമ്മ എന്ത് ചെയ്ത് ഇട്ട് വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാം. ഇപ്പം എല്ലാവർക്കും വയറ് നിറഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു, ഒരു ഐഡിയ ഇല്ലായിരുന്നു. അവൾ ഇത്ര സമയം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ വീഡിയോ എടുക്കല്ലേ എന്ന്. കറക്റ്റ് അടുത്ത ആംഗിൾ പോയി.
നമുക്ക് ഡിന്നർ കഴിക്കാൻ സമയം നമ്മളെല്ലാം ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, പത്തിരി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പൊറോട്ട ഉണ്ട്. ഇതാണ് കറക്റ്റ് നോമ്പിന്റെ എല്ലാവരും ഫുഡ് എടുത്ത് കഴിക്കും. വീട് ഫുൾ ആൾക്കാർ. നൈസ്. ഫുഡ് കഴിക്കുന്ന സബ്രീനയുടെ അടുത്തൊരു ലീനയാണെന്ന് തോന്നുന്നു. ഇൻട്രോവേർട്ട് കുട്ടി, പേരറിയത്തില്ല. ഇത് ആനിയുടെ ഫ്രണ്ടാ ഷിഗ. ഇത് ജിഗിഷ. ഇതാണ് ആരിഫ്. ആനിയുടെ ഉള്ളതിൽ മെയിൽ ബെസ്റ്റ് ഫ്രണ്ട് ആരിഫ് മാത്രമേ ഉള്ളൂ. ഇതാണ് പേരൂർ കടയിലുള്ള റീറ്റ. റോസൈൻ ജോർജ്. ഗൈസ് ഇതാണ് കാട്ടാക്കടയിലുള്ള ഹന്ന ആൻറ്റി. എല്ലാവരുടെയും ഗ്യാങ് ലീഡർ, വൺ ആൻഡ് ഓൺലി ബോസ് ആനി. ഗൈസ് അങ്ങനെ പപ്പയ്ക്ക് ഒരു കിഡിലെ സർപ്രൈസ് കൂടെ കൊടുത്തപ്പോഴത്തേക്ക് ശുഭായി. എക്സാം കഴിഞ്ഞു. ഇനി എൻട്രൻസ് ഉണ്ടല്ലോ. 30 ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ എൻട്രൻസ് എഴുതിയെടുക്കും. അതിനല്ലേ ഐൻസിലെ റാങ്ക് ബൂസ്റ്റർ ക്രാഷ് പ്രോഗ്രാം. 30 ദിവസം കൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാം.